മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും ഭീകരവുമായ ദൃശ്യങ്ങൾ മുണ്ടക്കൈയിലാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ തൊട്ട് പിറകിൽ കാണുന്നത് ഒരു വീടാണ്. ഇപ്പോൾ പോലീസിന്റെ സ്നിഫർ നായ്ക്കൾ വന്ന് ഇവിടെ മണം പിടിച്ചു. അവിടെ ഈ വീടിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്, അതായത് മൃതദേഹങ്ങളുണ്ട് എന്ന പേടിയിൽ അല്ലെങ്കിൽ എന്ന സംശയത്തിൽ ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആ വീട് പൊളിച്ച് ഏറെക്കുറെ ആ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന പരിശോധന നടത്തുകയാണ്. വളരെ ഭീകരം എന്ന് പറയാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് ഒരു ജനപദമായിരുന്നു, നിരവധി വീടുകളുള്ള ഒരു സ്ഥലമായിരുന്നു. മിക്കവാറും വീടുകളൊക്കെ പൂർണ്ണമായും തകർന്നു, വെള്ളത്തിനടിയിലായി, മണ്ണിനടിയിലായി. ഇപ്പോൾ ഒരു അവശിഷ്ടങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു വീട്ടിൽ ശരീരങ്ങളുണ്ട് എന്ന സംശയമുണ്ട്. അത് പോലീസിന്റെ സ്നിഫർ നായ്കൾ വന്ന് കണ്ടെത്തിയതാണ്. ഇപ്പോൾ ആ വീട്ടിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ സംഘം NDRFന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സേവകരുടെയും ഒക്കെ സംഘം പരിശോധനകൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളി ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ പള്ളിയിലെ ഉസ്താദിനെയും കണ്ടുകിട്ടിയിട്ടില്ല, ഒഴുകിപ്പോയി എന്നാണ് സംശയിക്കുന്നത്. ഇങ്ങനെ ഈ മേഖലയിലാകെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ആ വീടുകളൊക്കെ ഇപ്പോൾ മണ്ണിനടിയിലാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്ന കാഴ്ച അത്യന്തം ഹൃദയം തകർക്കുന്ന അല്ലെങ്കിൽ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് താഴെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്നു വരാനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മുണ്ടക്കൽ അങ്ങാടിയാണ്. ഇവിടെ ഒരു അങ്ങാടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന്റെ യാതൊരു സൂചനകളുമില്ല. എല്ലാം മണ്ണിനടിയിലാണ്, സമ്പൂർണമായും മണ്ണ് വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മൺകൂമ്പാരങ്ങൾക്കിടയിൽ, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ശരീരങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ്, ദയനീയമായ കാഴ്ചയാണ്. മുണ്ടക്കൈയിലാകെ ഇത് കാണാം. കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് മണ്ണ് കുത്തി ഒഴുകി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ മേലെ മണ്ണ് കുത്തി ഒഴുകിപ്പോയത്. പല വീടുകളും മണ്ണിനടിയിലാണ്, പല വീടുകളും ഇവിടെ നിന്നിരുന്നു എന്നതിന്റെ അടയാളം പോലുമില്ല. നമുക്ക് കാലെടുത്ത് വെക്കാൻ, ചെളിയാണ്, മുട്ടോളം പൂണ്ടുപോകുന്ന ചെളിയാണ്, പക്ഷേ നമുക്ക് കാലെടുത്ത് വെക്കാൻ ഭയമാകും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. നമ്മൾ ചവിട്ടുന്നിടത്തൊക്കെ ഒരു ജീവനുണ്ടോ എന്ന് പേടിച്ചു പോകുന്ന, അങ്ങനെ മാത്രം കാലെടുത്ത് വെക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചിരിക്കുന്നത്, വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന സംശയത്തിൽ വീടുകൾക്കകത്ത് മുണ്ടക്കൈയിൽ തിരച്ചിലുകൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർച്ചയായിട്ടും കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ആ ദുരന്തത്തിന്റെ ദൃശ്യം നമുക്ക് വ്യക്തമാകുന്നു. പല കെട്ടിടങ്ങൾക്കടിയിലും ഇപ്പോഴും ശരീരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മണം പിടിക്കാൻ ശേഷിയുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തി അവിടെയൊക്കെയും ഇനിയും മനുഷ്യ ശരീരങ്ങൾ അവശേഷിക്കുന്നുണ്ടോ, മനുഷ്യജീവനുകൾ അവശേഷിക്കുന്നുണ്ടോ എന്നത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെ കരുതട്ടെ. ആ തരത്തിലാണോ ഇന്ന് അവരുടെ ആക്ഷൻ പ്ലാൻ ഉള്ളത്?